തിരുവനന്തപുരത്ത് അനധികൃതമായി മാലിന്യം തള്ളാനെത്തിയ വാഹനം തടഞ്ഞ് മേയർ അഡ്വക്കേറ്റ് വി രാജേഷും നാട്ടുകാരും. ആക്കുളം കായലിന് സമീപത്താണ് മാലിന്യം തള്ളിയത്. സംഭവം കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യവുമായി എത്തിയ വാഹനമായിരുന്നു ഇത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, മേയർ തന്നെ ഈ സമയം, ഇപ്പോൾ രാത്രി 10 മണിയായിരിക്കുന്നു, ഈ സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തന്നെ നേരിട്ടിറങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ മാലിന്യം തള്ളിയ ആ വാഹനം തടഞ്ഞിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സംഭവ സ്ഥലത്ത് നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, തുടരാം. വിനോദ, കടകംപള്ളി വാർഡിലെ ഒരുവാതിൽക്കോട്ട പ്രദേശം, അതായത് ആക്കുളം കായലിന്റെ മറുഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ചേർന്ന് ഒരു വാഹനം തടഞ്ഞിട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ വാഹനത്തിൽ കൊണ്ടുവന്നത് കോഴി വേസ്റ്റ് ഉണ്ട്, ഒപ്പം തന്നെ ആശുപത്രി മാലിന്യങ്ങളുണ്ട് ഉൾപ്പെടെയാണ് ഈ പ്രദേശത്ത് തള്ളാനായി കൊണ്ടുവന്നത്. തള്ളുകയും ചെയ്തിട്ടുണ്ട്. ആ തള്ളിയ വാഹനം പിന്നീട് മേയർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മേയർ അടക്കമുള്ളവർ പറയുകയും ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് ഈ മാലിന്യം നിക്ഷേപിക്കുന്നവരെയും ഇത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളുന്നവരെയും ഒക്കെ കണ്ടുപിടിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. പല വിധത്തിലുള്ള നിയമലംഘനങ്ങൾ അത് കണ്ടുപിടിച്ച് മുളയിലെ നുള്ളാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് മേയറും മേയറുടെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ ഒരുവാതിൽക്കോട്ടയിൽ ഈ വാഹനം തടഞ്ഞിട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളുന്നവർക്കുള്ള ഒരു കൃത്യമായ മറുപടിയാണല്ലോ ഇപ്പോൾ ഈ ഒരുവാതിൽ. അല്ല, ഞങ്ങൾ 24 മണിക്കൂറും കർമ്മനിരതരാണ്. ജനപ്രതിനിധികൾ, കടകംപള്ളി വാർഡ് കൗൺസിൽ ഉൾപ്പെടെയുണ്ട്. ഈ പ്രദേശത്തൊക്കെ തന്നെ ചില ആശുപത്രികളും അതോടൊപ്പം തന്നെ പൗൾട്രി ഫാമുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അത് നഗരത്തിന് പുറത്തുനിന്നുള്ള പൗൾട്രി ഫാമുകളുടെ പോലും മാലിന്യം ഇവിടെ ഇതുപോലെ കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടെറിയുന്നത് വളരെ പതിവായി മാറിയിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു. അതുപോലെ തന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള നടപടികൾ അവസാനിപ്പിക്കണം. ഇതൊക്കെ സംസ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതിയിൽ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്ത് അവർക്കാണ് നൽകേണ്ടത്. എന്നാൽ അവർക്ക് നൽകുവാനും അവർക്ക് പണമൊക്കെ അടച്ചിട്ട് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മടി കാരണം മാഫിയകളെ ഏൽപ്പിച്ചിട്ട് അവർ രാത്രിയുടെ മറ പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മഴയൊക്കെ ആകുമ്പോഴേ കൊണ്ട് തോന്നുന്ന സ്ഥലത്ത് തള്ളിയിട്ട് പോവുകയാണ്. ഒരു കാരണവശാലും അവരൊന്നും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ സ്ക്വാഡ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹെൽത്ത് സ്ക്വാഡുണ്ട്. പോലീസുമായി ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഇപ്പോൾ CC ചെയ്യാണ് കോർപ്പറേഷൻ. പ്രതി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ ഇതിലൂടെ ഇത് മാലിന്യ മാഫിയകളെ ശക്തമായിട്ട് നിയന്ത്രിക്കുവാനും ഇല്ലായ്മ ചെയ്യാനും തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. 24 മണിക്കൂറും നിരീക്ഷണ കണ്ണുകളുമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ പുറകിലുണ്ടാകും. ഈ വാഹനം എവിടുന്നാണ് വന്നേക്കുന്നത്? ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഈ വാഹനത്തിന്റെ ഓണറെ അടക്കം ട്രേസ് ചെയ്യാൻ നമുക്ക് അത് പോലീസും കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡും അക്കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കൊണ്ട് അവരെല്ലാം തന്നെ കിട്ടും. ഇപ്പോൾ ഒരു വ്യക്തിയാണ് നേരിട്ട് കിട്ടി, 2 പേർ ഓടിക്കളഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ഒരു കോൺട്രാക്ടറുടെ ഉൾപ്പെടെ പങ്കിതിലുണ്ടെന്നാണ് അറിയുന്നത്. കുറച്ച് ദൂരെയുള്ള ഒരാളാണ് ഇതിന്റെ RC ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതൊക്കെ തന്നെ പോലീസിന്റെ ഡ്യൂട്ടി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി കൊണ്ട് തന്നെ പോലീസ് അവരെയൊക്കെ തന്നെ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഈ വാഹനം കോർപ്പറേഷൻ മുനിസിപ്പൽ ആക്ട് പ്രകാരം ഞങ്ങൾ CC ചെയ്യുകയാണ്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ കാണാം. രാത്രിയിലും ഉറങ്ങാതെയുള്ള പ്രവർത്തനമായിരിക്കും മാലിന്യം നിക്ഷേപിക്കുന്നവർ? അല്ല, ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കുവാൻ വേണ്ടി ഞങ്ങൾ 18-19 മണിക്കൂർ ഫീൽഡിലാണ്. ഇനിയും രാത്രി ഉണ്ടാകും. ഇനിയും രാത്രി കോർപ്പറേഷൻ മേയറും കൗൺസിലർമാരും ഒക്കെ തന്നെ കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും ആ ഫീൽഡിലുണ്ടാകും. ഇവിടെ പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർ ചെല്ലുമ്പോഴേക്ക് ഇവർ ഗുണ്ടാ മാഫിയ സംഘങ്ങളായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് ചില ആശങ്കകളുണ്ട്. അവിടെ ഞങ്ങൾ തന്നെ മേയർ ഉൾപ്പെടെയുള്ളവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാരൊക്കെ തന്നെ നേരിട്ട് ഫീൽഡിൽ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൃത്യമായിട്ടുള്ള പോലീസിന്റെ സേവനം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസും സഹകരിക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെയാണ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരുപക്ഷെ വലിയൊരു വാഹനമാണ്. ഈ വാഹനം നിറയെ ആശുപത്രി മാലിന്യങ്ങളുണ്ട്. കൂടാതെ തന്നെ കോഴി വേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡയപ്പറുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ്. ഇവിടെ ഈ ആക്കുളം കായലാണ്. നമുക്കറിയാം, ഒരുപാട് കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് അത് ശുചീകരിക്കാനും അതിന്റെ മറ്റ് നടപടികൾക്കും ഒക്കെയായി സർക്കാർ ഒരു ഭാഗത്ത് പോകുമ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അവരെയാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത്. VKP കോളനിയിൽ നിന്നാണ് ഒരു ലോഡ് മാലിന്യങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഈ ആക്കുളം മേഖലയിലേക്ക് കൊണ്ട് തള്ളാനായി എത്തിച്ചത്. ഇത് പൂർണ്ണമായും ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന മാലിന്യം തള്ളിയതിനു ശേഷമാണ് ആ വാഹനം തിരികെ പോകുന്ന സമയത്താണ് ഈ മേയറുടെ സംഘം, മേയറുടെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ നഗരസഭയിലെ മറ്റു ഭരണസമിതിയിലെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ, കടകംപള്ളി കൗൺസിലർ ജയരാജീവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് പിടികൂടുന്നത്. 3 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മേയർ അടക്കമുള്ളവർ, ദൃക്സാക്ഷികളടക്കമുള്ളവർ പറയുന്നത്. അതിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഒരാളെ
ആളുകളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ചാക്ക് കണക്കിനാണ് മാലിന്യം, ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സ്മെല്ലുണ്ട്, അതിൽ ഹോട്ടൽ വേസ്റ്റ് ഉണ്ട്, ആശുപത്രി മാലിന്യമുണ്ട്, സിറിഞ്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ട്. ഇതൊക്കെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നേരെ ഇത് മഴക്കാലമാണ്, നമുക്കറിയാം പകർച്ചവ്യാധികൾ പിടിക്കും. തൊട്ടടുത്ത് തന്നെ ആക്കുളം കായലുണ്ട്. ഈ ആക്കുളം കായലിലേക്കാണ് ഇത് മഴ സമയത്തൊക്കെ ഇത് ഒഴുകി എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിൽ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്ന് നമുക്കറിയാം നാളെ പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് സർക്കാർ തലത്തിലും മറുഭാഗത്ത് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതിന് ഇടയിലാണ് ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ച് വാഹനം ഇവിടുന്ന് പോകാൻ ശ്രമം നടത്തിയത്. എന്തായാലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവറെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. 2 സഹായികൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുകയാണ്. വാഹനം എന്തായാലും നഗരസഭ ഇപ്പോൾ സീസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോടതിയിൽ നിന്നല്ലാതെ ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ കോടതിയിൽ എത്തുന്നതിന് ഉള്ളിൽ തന്നെ ഇതിന്റെ കൃത്യമായി ഓണർ ആരാണ് ഇത്തരത്തിൽ കോൺട്രാക്ട് എടുത്ത് മാലിന്യങ്ങൾ ഇത്തരത്തിലൊരു ജനവാസ മേഖലയാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നമുക്കറിയാം ആക്കുളം കായലാണ്. അങ്ങനെ പരിസ്ഥിതിയുമായിട്ട് ഇഴുകിച്ചേർന്ന ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും ഭരണസമിതിയും ഉള്ളത്. എന്തായാലും വലിയൊരു ഗുരുതര സംഭവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം നഗരസഭ ഈ മാലിന്യങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നൊക്കെ വിമർശനം ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ഭരണസമിതിയൊക്കെ. അവിടെയാണ് അവരുടെയൊക്കെ ചൂടുപിടിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇക്കാലങ്ങളിൽ ഈ മാലിന്യ നിക്ഷേപം നടത്തിയെന്നാലും അവരെയാണ് ഇപ്പോൾ മേയർ വി രാജേഷും സംഘവും പിടികൂടിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രവർത്തനം ശക്തമാക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രവർത്തനവും ഒപ്പം തന്നെ ഈ വാഹനം സീസ് ചെയ്തടക്കമുള്ള നിയമ നടപടികളും. വിനോദ്, ഒരു കാര്യം കൂടി, ഇവിടെ ഈ ആക്കുളം കായലിലടക്കം പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഇത്തരം ഇടങ്ങളിലൊക്കെ മാലിന്യം തള്ളുന്ന പതിവ് കാഴ്ചയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മേയറുടെയും ഈ ഭരണസമിതിയുടെയും അഭ്യർത്ഥന പ്രകാരം ജനങ്ങൾ കൃത്യമായി ഇത് വീക്ഷിക്കുകയും ഇങ്ങനെ രാത്രിയുടെ മറവിലെത്തിയ ഈ വാഹനം പതിയിരുന്ന് വളരെ തന്ത്രപരമായി ഈ വാഹനം കൃത്യമായി എത്തുന്ന സമയം അറിയിച്ച് ഉടൻ തന്നെ മേയറേയും കൗൺസിലർമാരും ഒക്കെ സംഘടിച്ച് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നല്ലോ. നിരന്തര നിരീക്ഷണത്തിലൂടെ ആയിരിക്കുമല്ലോ ഈ വാഹനം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ആക്കുളം മാത്രമല്ല, ഇനി തുടർന്ന് മറ്റു വാർഡുകളിലും മാലിന്യം സമാന നിലയിൽ ഇത്തരത്തിൽ കൊണ്ട് നിക്ഷേപിച്ച് ഈ മഴക്കാലത്ത് നമ്മുടെ നഗരത്തെ ദുർഗന്ധപൂരിതമാക്കുന്ന സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ആർജവമായ നടപടിയല്ലേ ഈ വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി ഇപ്പോൾ നടത്തുന്നത്? ശാലിനി, തീർച്ചയായും വിനോദ്, അത് തന്നെയാണ്. കാരണം നമുക്കറിയാം പകർച്ചവ്യാധിയുടെ ഒരു കാലമാണ്. വിവിധ തരത്തിലുള്ള പനികളും വൈറൽ ഫീവറും അടക്കം ഒരു ഭാഗത്ത് പടർന്നു പിടിക്കുകയാണ്. ഇനിയിപ്പോൾ കാലവർഷം കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ ഈ വേസ്റ്റൊക്കെ ഈ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒഴുകി എത്തുന്നത് ഈ ജനവാസ മേഖലകളിലേക്കാണ്, ഒപ്പം തന്നെ ഈ ആക്കുളം ഉൾപ്പെടെയുള്ള കായലുകളിലേക്കാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഒരു തീവ്ര യജ്ഞം പോലെ പുതിയ ഭരണസമിതി, നഗരസഭയുടെ ഭരണസമിതി ഇത്തരത്തിലൊരു പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ആ ഒരു കർമ്മ പദ്ധതി തുടരുമെന്നുള്ളത് തന്നെയാണ് മേയർ ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം അത്രയധികം ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഇപ്പോൾ ആക്കുളം മാത്രമല്ല, പാർവതി പുത്തനാറുണ്ട്, കരമനയാറുണ്ട്, അങ്ങനെ വിവിധ ജലസ്രോതസ്സുകളുടെ സമീപത്തൊക്കെ ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുവന്ന് തള്ളത്. എന്തായാലും അവർക്കുള്ളൊരു കൃത്യമായ മറുപടി തന്നെയാണ് ഈ വാഹനം ഇപ്പോൾ സീസ് ചെയ്തടക്കമുള്ള നടപടികൾ. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്. ഈ വാഹനം എന്തായാലും ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടമയടക്കമുള്ളവരെ കണ്ടെത്തി മറ്റ് നിയമ നടപടികളിലേക്കും പെനാൽറ്റികളിലേക്കും ഒക്കെ പോകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും നടപടി തുടരുകയാണ്. ക്ലീൻ കേരള എന്നതിനൊപ്പം ക്ലീൻ തിരുവനന്തപുരം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പുതിയ നഗരസഭാ ഭരണസമിതി ഇത്തരത്തിലുള്ള തീവ്ര യജ്ഞങ്ങൾക്കും പരിപാടികൾക്കും തുടക്കം മുട്ടിരിക്കുന്നത്. അതിന്റെ ഒരു സൂചന എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശാലിനി, അതേപോലെ ഈ വാർഡിന്റെ കൗൺസിലർ നമുക്ക് ഇപ്പോൾ അവിടെ പ്രതികരിക്കാൻ ഉണ്ടോ? എന്താണ് കൗൺസിലർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? നാട്ടുകാരുടെ നിരന്തരമായ പരാതി, അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നു. അപ്പോൾ കൗൺസിലർ ഇക്കാര്യത്തിൽ കൈക്കൊണ്ട സമീപനം കൃത്യമായി വാഹനം കണ്ടെത്താൻ കൗൺസിലറുടെ നേതൃത്വത്തിലാണല്ലോ നാട്ടുകാർ രംഗത്ത് വന്നത്. കൗൺസിലർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ ശാലിനി?
വിനോദ തീർച്ചയായും, കാരണം കൗൺസിൽ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തീവ്രമായിട്ടുള്ള യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപും സമാനമായി ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്, അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായി ഈ ഒരു പ്രദേശത്ത് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് നഗരസഭയുടെ ഭരണസമിതിയും മേയറും കൗൺസിലർ അടക്കമുള്ളവർ. അതിന്റെയൊക്കെ ഒരു സൂചന, അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിലും ആ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് ഈ ഘട്ടത്തിൽ കൗൺസിൽ അടക്കം ജയരാജീവ് അടക്കമുള്ളവർ നൽകുകയും ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ടല്ല ഇവിടെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. അതിൽ കോൺട്രാക്ട് എടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, വീടുകളിൽ നിന്ന് ഈ മാലിന്യം കളക്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, അത് വാഹനങ്ങളിലാക്കുന്നവരുണ്ട്, അതിനുവേണ്ടി മാത്രം ഓടുന്ന വാഹനങ്ങളുണ്ട്. അത് ഇത്ര സമയം നോക്കി ആളുകളില്ലാത്ത ഏരിയ ലൊക്കേറ്റ് ചെയ്ത് പകൽ സമയങ്ങളിൽ അത് മനസ്സിലാക്കി അവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നത്. അപ്പോൾ ആ ഒരു പിന്നിലുള്ള ആ ഒരു വലിയ മാഫിയ, ഒരു ടീമിനെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെയാണ് നഗരസഭ ഇപ്പോൾ നടത്തി വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ഒരു പ്രവർത്തനത്തിന്റെ ഒരു തുടക്കമായി തന്നെ നമുക്ക് ഈ നടപടിയെ കാണേണ്ടിയിരിക്കുന്നു. അത്രയധികം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്രയധികം പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മാലിന്യം നിക്ഷേപിച്ച വാഹനം പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ നടപടികളുടെയൊക്കെ ഭാഗമായി മേയർ അടക്കമുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൗൺസിലർ. അപ്പോൾ അല്പസമയത്തിനകം നമുക്ക് അവരുടെ ഒരു പ്രതികരണങ്ങൾ ആരായാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഓരോ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ഓരോ കൗൺസിലർമാർ എന്നുള്ളത് അവർക്കൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരു വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ വാഹനം ഇപ്പോൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പിന്തുണ എത്രത്തോളം? തീർച്ചയായിട്ടും നാട്ടുകാരുടെ വളരെ സപ്പോർട്ടാണ്, അസോസിയേഷൻ ശക്തമാണ്. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി നമുക്ക് ഇത്തരത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്. അത് നമ്മൾ ഹെൽത്തിൽ അറിയിച്ചു, മെയിൻ ഓഫീസിൽ അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1-2 ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ഉണ്ട്, അവർക്കെല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കോഴി വേസ്റ്റ് ഉൾപ്പെടെ ഹോട്ടൽ വേസ്റ്റ് ഉൾപ്പെടെ ചാക്ക് കണക്കിന് വലിയൊരു ലോഡാണ് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോകുന്ന വഴിക്കാണ് ഇവിടെയുള്ള നാട്ടുകാർ പിടികൂടി നമ്മളുൾപ്പെടെ മേയർ വന്നതും ഐക്യ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഭാഗത്ത് നഗരസഭ മാലിന്യങ്ങൾ തടയാൻ വേണ്ടി, മാലിന്യം മുക്തമാക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് ഈ പ്രവർത്തനം. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ ഊർജ്ജസ്വലമായി നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും മേയർ പറഞ്ഞതുപോലെ ഞങ്ങൾ 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളും അവരുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഇവിടുത്തെ സമൂഹത്തിനൊപ്പം കൂടെ ഉണ്ടാകും. ഈ വാഹനം ആരുടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഹെൽത്തിന്റെ ആൾക്കാരും ബാക്കി പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 24 മണിക്കൂറും തുറന്ന കണ്ണുകളുമായി ഉണ്ടാകും. ഇത്തരത്തിലുള്ള മാലിന്യ നിക്ഷേപങ്ങൾ തടയാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകുമെന്നുള്ളതാണ്. മാലിന്യ നിക്ഷേപം മാത്രമല്ല, അനധികൃതമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തടയാൻ തന്നെയായിരിക്കും VVR നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതിയുടെ പ്രവർത്തനം. അതുതന്നെയാണ് നമ്മൾ ഈ രാത്രി വൈകിയും ഇപ്പോൾ ഇവിടെ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം തുടരുന്നു എന്നുള്ളതിന്റെ സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടത്തിയ ശ്രമങ്ങളുടെയും നാട്ടുകാരുടെ ഇടപെടലുമാണ് ഇത്തരത്തിൽ വലിയൊരു മാഫിയയെ പിടികൂടാൻ സാധിച്ചത് എന്നുള്ളതാണ് നഗരസഭയുടെ ഭരണസമിതി അംഗങ്ങളും മേയർ അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വിനോദ്. അതെ, വ്യക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറാത്തത് മാറും എന്ന് കൃത്യമായി പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. അതുകൊണ്ടാണ് ഈ രാത്രിയുടെ മറവിൽ ആക്കുളം കായലിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത്. മാലിന്യം തള്ളി അവിടെ നിന്നും വാഹനം വളരെ പെട്ടെന്ന് പാഞ്ഞു പോകാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ സഹായത്തോടെ, കൗൺസിലറുടെ സഹായത്തോടെ മേയർ നേരിട്ടെത്തി തടയാൻ കഴിഞ്ഞത്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് S. ശാലിനി പങ്കുവച്ചത്.